വീണ്ടും ഒരു മലങ്കര അസോസിയേഷൻ വരുന്നു. പരിശുദ്ധ സുന്നഹദോസിന്റെ തീരുമാനപ്രകാരം പുതിയ 4 മെത്രാച്ചന്മാരെ തിരഞ്ഞെടുക്കാൻ സഭാ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. അതിനുള്ള നോട്ടിഫിക്കേഷനും വന്നു, നോമിനേഷനും കൊടുത്തു തുടങ്ങി. ഈ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പാണ് വളരെ പ്രസക്തമാകുന്നത്. ഇവിടെ സഭാ ഭരണഘടന പ്രകാരം 2 നിയമപ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. സാധാരണ ഭരണഘടന പ്രകാരം സുന്നഹദോസ് മാനേജിംഗ് കമ്മിറ്റിക്ക് ശുപാർശ നൽകും. ആ ശുപാർശ പ്രകാരം മാനേജിംഗ് കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുക്കുകയാണ് പതിവ്. ഇക്കുറിയും ആ പതിവ് തെറ്റിച്ചില്ല. പക്ഷേ കുറേ നാളായിട്ട് ഭരണഘടന പ്രകാരം അല്ല സഭയിൽ മെത്രാൻ കാതോലിക്ക തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത്. അതുപോലെ സാധാരണ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനും തെരഞ്ഞെടുപ്പുകൾ നടത്താനും കൃത്യമായ ഭരണഘടനാ വ്യവസ്ഥയും നടപടിക്രമവും ഉണ്ടായിരിക്കണം. അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിൻ്റെ കൺവീനർ. പക്ഷേ ഇവിടെ സെക്രട്ടറി വെറും നോക്കുകുത്തി മാത്രമാണ്. അയാൾ കൺവീനർ അല്ല. മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരങ്ങളും അവകാശങ്ങളും അടിയറവ് വയ്ക്കുന്ന ഇത്തരം നടപടികൾ ശരിയല്ല. മാനേജിംഗ് കമ്മിറ്റിയെ റബ്ബർ സ്റ്റാമ്പ് മാത്രമാക്കുന്ന നിലപാടാണ് കണ്ടുവരുന്നത്. അസോസിയേഷൻ 1 വർഷം കൂടി നീട്ടിവച്ചാൽ 2027 മാർച്ചിൽ വൈദിക അൽമായ ട്രസ്റ്റി തെരഞ്ഞെടുപ്പിനോടൊപ്പം മെത്രാന്മാരെയും ആവശ്യമെങ്കിൽ തിരഞ്ഞെടുക്കാം. 2 മുതൽ 2.5 കോടിയോളം രൂപയാണ് ഒരു അസോസിയേഷൻ്റെ ചിലവ്. കൂടാതെ വിദേശത്തു നിന്ന് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അസോസിയേഷനിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളുടെ വ്യക്തിപരമായ ചിലവ് നോക്കിയാൽ ഇതിലേറെ വരും. എന്തിനാണ് ഈ അനാവശ്യ ചിലവ്? അതുകൊണ്ട് മാർച്ചിൽ ഒരു അസോസിയേഷൻ നടത്തുന്നതാണ് നല്ലത്. ഇപ്പോൾ വേണ്ടത് ഭദ്രാസന പുനർവിന്യാസമാണ്. അംഗസംഖ്യ കുറവുള്ള പള്ളികൾ, കുറവുള്ള ഭദ്രാസനങ്ങളെ പുനരേകീകരിക്കണം. ഭദ്രാസനം നിലനിർത്താൻ അമിത സാമ്പത്തിക ഭാരം ചുമക്കുന്ന വിശ്വാസികൾക്ക് പുനരേകീകരണം ഒരു ആശ്വാസമാകും. 12 മാസത്തിനിടെ 2 അസോസിയേഷൻ വേണ്ട, ഒന്നാക്കി ചെലവ് കുറയ്ക്കാം. കോടാനുകോടികൾ പൊടിച്ച് കോട്ടയത്ത് പൈതൃക സമ്മേളനം, ചിലർ ലക്ഷങ്ങൾ പൊടിച്ച് സഹോദരൻ പദ്ധതിയുടെ വാർഷികം, ഹൈബ്രിഡ് കൊറോള പോരാഞ്ഞിട്ട് ലെക്സസ് 350, ടൊയോട്ട വെൽഫെയർ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്, അങ്ങനെ എല്ലാം അത്യാഡംബരമാക്കി ജീവിക്കുന്ന ഒരാൾ 50,000 അല്ലെങ്കിൽ 1 ലക്ഷം മുടക്കി നടത്തുന്ന പെരുന്നാൾ വെടിക്കെട്ടിലെ ധൂർത്ത് കാണുമ്പോൾ ആർക്കാണ് ചിരി വരാത്തതെന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്.